ലൈനേജിൽ പുള്ളി വരുന്ന അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ല, നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഇങ്ങനെ കൊത്തിയെടുത്ത് കൊടുക്കുക അമ്മ. അത്രയും കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്ന ഒരു അമ്മക്കോഴിയാണ്. ലൈനേജ് പുള്ളി എന്നാണ് നമ്മൾ പറയല്, ഓരോരുത്തർ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഓരോ സെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. പല ഐറ്റംസിലും കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുന്നേ ഇവിടുന്ന് കൊടുത്തതാണ്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കുറച്ച് താമസം എന്തായാലും ഉണ്ടാവും കേട്ടോ. ഒരു അത്യാവശ്യം സമയം വെയിറ്റിംഗ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കൊടുക്കാനുണ്ട്. അപ്പോൾ തിരക്കില്ലാത്തവരും ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ആദ്യം ഓർഡറിൽ ഇങ്ങനെ സാധനം കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ ആയാലും വീഡിയോ ഇട്ട് കൊടുക്കും, ഇഷ്ടപ്പെട്ടാൽ എടുക്കുക. ഓരോ റേറ്റാണ് ഉണ്ടാവുക. സ്റ്റാർട്ടിങ് വരുന്ന 1000 അപ്പോൾ 1000ൻ്റെ എല്ലാം 1000ൻ്റെ ആവില്ല. 1200, 300 അങ്ങനെ പല റേറ്റ് ഉണ്ടാവും. 2000, 2000ൻ്റെ മുകളിലേക്കൊക്കെ വരുന്നുണ്ട്. ഓരോ വലുപ്പത്തിന് സൈസിനനുസരിച്ചൊക്കെ റേറ്റ് മാറ്റം ഉണ്ടാവും. ഡേ ഓൾഡാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും കൊടുക്കുന്നത് കേട്ടോ. അത് 1000, 1200 സ്റ്റാർട്ടിങ് വരുന്നത്. ഇതുപോലെയുള്ളതൊക്കെ 1400, 1500 ആ ലെവലിലൊക്കെ വരും. ഓരോന്നും ടീം കുഞ്ഞുങ്ങളൊക്കെ നോക്കിയിട്ടാണ് റേറ്റ് ഉണ്ടാവുക. അതിൽ ചിലപ്പോൾ തള്ളക്കോയി സാധാ തള്ളക്കോയാവും, കുഞ്ഞുങ്ങൾ നമ്മൾ വേറെ ഇട്ട് തന്നെ ചെയ്യുന്നതാണ്. അതിനനുസരിച്ച് റേറ്റ് മാറ്റം ഉണ്ടാവും. മൊത്തത്തിൽ സാധാ ലെവലിലാണ്, അതിനനുസരിച്ച് റേറ്റ് കുറയും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ വാട്സാപ്പിലും കുറേ മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മളെ ഗ്യാപ്പിനനുസരിച്ച് ഇങ്ങനെ ഓരോരുത്തർക്ക് റീപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും കിട്ടാത്തുണ്ടെന്നുണ്ടെങ്കിൽ, വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ, റീപ്ലൈ കിട്ടാത്തവർ വീണ്ടും മെസ്സേജ് അയച്ചാൽ നമ്മളെ മുന്നിലേക്ക് എത്തും. കാരണം ഒരു 10-25 ഗ്രൂപ്പുകൾ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളിലും നമ്മൾ നോക്കണം. പിന്നെ നമ്മളെ സ്വന്തം ഗ്രൂപ്പുകളിൽ കേട്ടോ. കോഴിൻ്റെ ഇങ്ങനെ വകുപ്പ് ഓരോ ഗ്രൂപ്പുകളാണ്. കോഴി പക്ഷികളെ ഐറ്റംസുള്ള പല ഗ്രൂപ്പുകളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ഹായിട്ട് മാത്രം ചിലർ റീപ്ലൈ കിട്ടില്ല എന്നൊക്കെ കമൻറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു ഹായിട്ടാലേ ഒക്കെ മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾ സ്ഥലം എഴുതി വിടുക, കാര്യങ്ങൾ പറയാം. എന്നാലേ നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റും എന്താ അങ്ങനെ എന്നുള്ള റീപ്ലൈ തരാൻ പറ്റും. പിന്നെ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നത് പിന്നെ നമ്മളടുത്തേക്ക് ഡെലിവറി ഉണ്ടാവുമോ, പിന്നെ ഡെലിവറി വീട്ടിൽ കൊണ്ടുവന്നിട്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. കൂടുതൽ വോയിസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇതൊക്കെ കേട്ട് നോക്കിയാലും ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളെ സ്ഥലം കൂടിയും പറയാം. നിങ്ങളെ സ്ഥലം എവിടെയെന്നുള്ളത്. കാരണം നമ്മൾ അങ്ങോട്ട് ചോദിക്കണം നിങ്ങളെ സ്ഥലം എവിടെയെന്ന്. കാരണം ഡെലിവറി പറഞ്ഞാൽ ഹൈവേയിലാണ് ഞാൻ എല്ലാ ഇതിലും പറയുന്നുണ്ട്. തിരുവനന്തപുരം ടു കാസർഗോഡ് ഉണ്ട്, വയനാട് ഉണ്ട്, പാലക്കാട് ഉണ്ട്, MC റോഡ് വഴി കോട്ടയം അങ്ങനെ ആ റൂട്ടിലും ഉണ്ട്. ഇതൊന്നും അല്ലാത്ത റൂട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം നിങ്ങളെ സ്ഥലം പറഞ്ഞു തരണം. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്നവർ നിങ്ങളെ സ്ഥലം പറഞ്ഞിട്ട് അവിടേക്കുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ പെട്ടെന്ന് പരിപാടി ചെയ്യും. കാരണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരോട് ചോദിക്കണം നിങ്ങളെ സ്ഥലം എവിടെയാണ്. അപ്പോൾ അത്രയും സമയം നമ്മൾ വളരെ കുറഞ്ഞ സമയം എടുത്താണ്ടാവും ഇത് റീപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് റീപ്ലൈ കൊടുക്കാനും ഉണ്ടാവും. ഓക്കെ, ഇന്ന് അങ്ങനെയൊക്കെ ചെയ്യുക. ഇതുപോലുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സമയമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ.